5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ആ എന്താ മമ്മി? ആദിശേഷൻ തിരുമേനി വന്നിരുന്നു. ഇവിടെ സുഹാസിനി പൂജ നടത്തണമെന്ന്. അതിന്റെ കാര്യത്തിന് അദ്ദേഹം വന്നത്. എത്രയും പെട്ടെന്ന് ആ കാര്യത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. സുഹാസിനി പൂജയുടെ കാര്യം തിരുമേനി പറയുന്നത് ഞാനും കേട്ടു. പക്ഷേ ഞാൻ കരുതിയത് മമ്മിക്ക് താല്പര്യം ഉണ്ടാവില്ലെന്ന്. ഞാൻ എന്തിനു താല്പര്യം കാണിക്കാതിരിക്കണം? അത് നല്ല കാര്യമല്ലേ? കൊള്ളാവുന്ന എല്ലാ കുടുംബങ്ങളിലും അനുഷ്ഠിക്കാവുന്ന ചടങ്ങാണ്. സുമംഗലികൾക്ക് ഇതിലും വിശേഷപ്പെട്ട ദിവസമില്ല. ഡാഡിക്ക് ഇതിന് താല്പര്യമുണ്ടോ? പിന്നല്ലാതെ. നിന്റെ ഡാഡി നല്ല ഉത്സാഹത്തില. ഉത്സാഹം കൂടുതൽ ഡാഡിക്ക് തന്നെ ആയിരിക്കും. ആദിശേഷൻ തിരുമേനി വന്നതും പോയതും മാത്രമേ ഡാഡി പറഞ്ഞുള്ളൂ. സുഹാസിനി പൂജ എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞില്ലേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്റെ മമ്മി, ഇത് മമ്മിക്ക് ഡാഡി ഇട്ടൊരു കുരുക്ക. കുരുക്കോ? യെസ്. സുഹാസിനി പൂജ നടക്കുമ്പോ വീട്ടിലെ സുമംഗലികളായ എല്ലാ സ്ത്രീകളും ഒന്നിച്ചിരിക്കണം. പൂജയ്ക്ക് ശേഷം സുമംഗലികളായ എല്ലാ സ്ത്രീകൾക്കും അവരവരുടെ ഭർത്താക്കന്മാര് ദേവതകളെ സാക്ഷിയാക്കി വീണ്ടും ഒരിക്കൽ കൂടി താലി കെട്ടണം. അതിനെന്താ? അതിപ്പോ യൂഷ്വലായിട്ട് നടക്കുന്നല്ലേ? ആ, മമ്മിയുടെ കണക്കില് ഈ വീട്ടില് സുമംഗലിമാര് എത്ര പേരുണ്ട്? മമ്മി ഞാനും അല്ലേ? ആ. പക്ഷെ ഡാഡിയുടെ കണക്കിൽ അങ്ങനെയല്ല. ഈ വീട്ടില് സുമംഗലിമാരായ 3 സ്ത്രീകളുണ്ട്, നന്ദിനി അടക്കം. അവളോ? സുഹാസിനി പൂജ എന്ന് പറഞ്ഞപ്പോഴേ ഡാഡി ഇത്ര ഉത്സാഹം കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് മമ്മിക്കിപ്പോ ബോധ്യപ്പെട്ടില്ലേ? ആദിശേഷൻ തിരുമേനിയുടെ സാന്നിധ്യത്തില് അവളെ എഴുന്നള്ളിച്ച് മമ്മിയുടെ അടുത്ത് ഇരുത്തണം. എന്നിട്ട് അവളെ കൊണ്ട് ചടങ്ങ് ചെയ്യിപ്പിക്കണം. അതിന്റെ വാശിയ. നാളെ വിളിച്ചു കൂട്ടുന്ന ആളുകളുടെ മുന്നില് അവളോടൊപ്പം ഇരിക്കുന്ന ഒരു സ്ഥാനമാണ് മമ്മിയുടേതെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ മമ്മി? നമ്മുടെ വീട്ടിലെ വേലക്കാരിക്കും മമ്മിക്കും ഒരേ സ്ഥാനമാണ്, ഒരേ ചടങ്ങാണ്. ഷടാ, തിരുമേനോട് പറഞ്ഞും കളഞ്ഞല്ലോ. ഇനിയിപ്പോ പൂജയും മുടക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ നാളെ പരസ്യമായിട്ട് അവള് സൂര്യയുടെ ഭാര്യയാണെന്ന് അംഗീകരിക്കേണ്ടി വരും. ആ ചടങ്ങിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കേണ്ടിയും വരും. സുഹാസിനി പൂജയൊന്നും മുടക്കാൻ പറ്റില്ല. പക്ഷേ അവൾ അങ്ങനെ ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. മമ്മി, ഡാഡിക്ക് താല്പര്യമാണ്. ഡാഡി പറഞ്ഞാല് സൂര്യൻ താല്പര്യം കാണിക്കും. പിന്നെ മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റും. ഈ വീടിനകത്ത് സുഹാസിനി പൂജ നടന്ന സുമംഗലിയാണെന്നും പറഞ്ഞ് അവൾ ആ കൂട്ടത്തിലിരിക്കും. അതിനുള്ള മാർഗം എനിക്കറിയാം. മമ്മി, മമ്മി ഇപ്പൊ തന്നെ ജഗത് പട്ടേലിന് ഭക്ഷണം ഒരുക്കിയതിന്റെ പേരിൽ അവൾ കൊമ്പത്ത് കയറി നിൽക്കുക. നാളെ ഇതുകൂടി പരാജയപ്പെട്ടാലുണ്ടല്ലോ. ഇതൊന്നും അങ്ങനെ പരാജയപ്പെടില്ല. ഇന്ന് അവൾ ആ കൊമ്പത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ആ കൊമ്പ് മുറിക്കും. സുഹാസിനി പൂജയിൽ പങ്കെടുക്കാനല്ല, ഞാനും നീയൊക്കെ സുഹാസിനി പൂജ ചെയ്യുമ്പോ നാണം കെട്ട് നിൽക്കാനായിരിക്കും അവളുടെ വിധി. അതിപ്പോ അച്ഛനറിഞ്ഞാലും മകനറിഞ്ഞാലും അവളുടെ അഭിമാനം എന്റെ കയ്യിലാണ്. പൂജ ഞാൻ നടത്തും, അവളില്ലാതെ. സർ, എന്താ മോളെ? സർ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ? നല്ല കാര്യം. നാളെ ഇവിടെ വിശേഷപ്പെട്ട ഒരു പൂജ നടക്കുക. അപ്പൊ പിന്നെ മോൾ ഇവിടെ ഇല്ലാതെ എങ്ങനെയാ? ആ പൂജ നടക്കുന്നോണ്ടാ പോകുന്നത്. അതെന്തിനാ?
ക്ഷേത്ര കാര്യങ്ങളിലും പൂജാ കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുള്ള ആളല്ലേ മോള്? അതെ സർ. പക്ഷേ ഇവിടെ നടക്കുന്ന സുഹാസിനി പൂജയിൽ എനിക്ക് പങ്കെടുക്കണ്ട. ഇത് എന്ത് തീരുമാനാ മോളെ? സുമംഗലികളായ സ്ത്രീകളെ ഒന്നിച്ചിരുത്തി ചെയ്യുന്ന പൂജയാണ് ഈ സുഹാസിനി പൂജ. അത് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് പത്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്കെന്താ? സർ, ഈ വീട്ടില് ശരിയായ രീതിയിൽ സുമംഗലികളായ 2 സ്ത്രീകളുണ്ട്. പത്മ മാഡവും ഇന്ദ്രജ മാഡവും. ഞാൻ സുമംഗലിയാണ്. ഒരു താലി എന്റെ കഴുത്തിലുമുണ്ട്. പക്ഷേ മോളെ, നിന്റെ യോഗ്യതാ കുറവിനെ കുറിച്ച് നീ ചിന്തിച്ച് നിൽക്കണ്ട. നീ സൂര്യയുടെ ഭാര്യയാണ്. അത് പൂർണ്ണമായും അംഗീകരിച്ചതാണ് എന്റെ മനസ്സ്. അവനും അത് അങ്ങനെ തന്നെ. അതുകൊണ്ട് മനസ്സിലൊരു ടെൻഷനും ഇല്ലാതെ മോൾ ഈ പൂജയിൽ പങ്കെടുക്കണം. വേണ്ട സർ. പൂജ നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായാൽ എന്നോട് പത്മ മാഡത്തിന്റെയും ഇന്ദ്രജ മാഡത്തിന്റെയും അടുത്തിരിക്കാൻ പറയും. ഞാൻ കൂടെ ഇരുന്ന അങ്ങനെ ഒരു പൂജ നടത്താൻ അവര് സമ്മതിക്കില്ല. മോളെ, എന്നെ ചൊല്ലി ഈ വീട്ടില് നിത്യേന പ്രശ്നങ്ങളാ. പക്ഷെ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ അതിന്റെ ഇടയിൽ ഞാനൊരു പ്രശ്നമാവരുത്. സാറിന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. നാളെ മോളിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സുഹാസിനി പൂജ ഞാനിവിടെ നടത്തൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു പൂജ നടക്കില്ല. വാശി പിടിക്കരുത് സർ. ഒരാളും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. പൂജയിൽ അർഹമായ സ്ഥാനത്ത് സൂര്യയുടെ ഭാര്യ എന്ന നിലയ്ക്ക് നന്ദിനി ഇരിക്കും. അച്ഛനാ പറയുന്നു. സർ, എന്നിട്ട് പതിവ് പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആർക്കും അത് താങ്ങാൻ പറ്റില്ല. പൂജ മുടങ്ങുന്ന ദോഷ, എല്ലാവർക്കും ദോഷ. മോളെ, നിന്നെ അംഗീകരിക്കാത്തവരിവിടെയുണ്ട്. പക്ഷേ ആ അംഗീകാരം നിനക്ക് കിട്ടുന്ന നിമിഷമാണ് നാളത്തെ ഈ പൂജ. അതിന് നീ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ പല കാര്യങ്ങളും മോള് സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി അച്ഛനു വേണ്ടി മോള് സമ്മതിക്കണം. സർ, ആചാരങ്ങൾ ഒന്നും നടക്കാതെയാണ് ഒരു താലി നിന്റെ കഴുത്തിൽ വീണത്. അത് അച്ഛന് നന്നായിട്ട് അറിയാം. നാളത്തെ സുഹാസിനി പൂജ അതിനുള്ളൊരു പരിഹാരമാണ്. എനിക്കെന്റെ സൂര്യയുടെ ഭാര്യയായി വേറൊരാളെ കാണാൻ പറ്റില്ല മോളെ. നിങ്ങളുടെ വിവാഹം ഈശ്വരൻ നിശ്ചയിച്ചതും ഈശ്വരൻ തന്നെ നടത്തിയതുമാണ്. മോൾ ഇനിയും ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്. ഇത് സമ്മതിച്ചേ പറ്റൂ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. കാരണം ഒരു ബാധ്യതയില്ലാതെ എന്റെ വാക്കനുസരിച്ച് ഇവിടെ നിന്നവളാ നീ. എന്റെ മകനെ മാറ്റിയെടുത്തവളാ നീ. മരുമകളല്ല, മകളാ നീ എനിക്ക്. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുമോളെ. മനസ്സിൽ ഈശ്വര പ്രാർത്ഥന മാത്രം മതി. ബാക്കിയെല്ലാം ഈശ്വരനെ വിട്ടേക്ക്.